നമസ്കാരം. നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് കർണാടകയിലെ ധർമ്മസ്ഥല, അവിടെ നിന്നറിഞ്ഞ കൊലപാതക പരമ്പരകളുടെ ഞെട്ടൽ മാറും മുൻപ് സ്വന്തം നാട്ടിലേക്ക് തന്നെ നോക്കി അതേ അമ്പരപ്പോടെ പകച്ചു നിൽക്കുകയാണ് മലയാളി. ആലപ്പുഴയിലെ ചേർത്തല 4 സ്ത്രീകളുടെ തിരോധാനം. അന്വേഷണം നീളുന്നത് കൊലപാതക പരമ്പരയിലേക്കോ? ജൈനമ്മ, ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു ഈ പേരിൽ അവസാനിക്കുമോ? പെൺസുഹൃത്തിന്റെ വീട്ടിലും പള്ളിപ്പുറത്തും ന്യൂസ് 18 തെളിയിച്ച വഴിയിലൂടെ കിളച്ചു പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ആരാണ് സെബാസ്റ്റ്യൻ? സെബാസ്റ്റ്യന് പിന്നിൽ ആരൊക്കെ? ധർമ്മസ്ഥലയിലും പള്ളിപ്പുറത്തും ന്യൂസ് 18 തുടക്കമിട്ട അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം വലിയ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുകയാണ്. ചേർത്തല മറ്റൊരു ധർമ്മസ്ഥലയോ? വിശദമായി പരിശോധിക്കാം. ആദ്യം പ്രധാന വാർത്തകൾ. ആലപ്പുഴ തിരോധാനങ്ങളിൽ തെളിവ് തേടി പോലീസ്. പ്രതി സെബാസ്റ്റ്യനെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നു. സെബാസ്റ്റ്യന്റെ ബന്ധുവിന്റെയും അയൽവാസിയുടെയും തുറന്നു പറച്ചിലുകൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘം. സെബാസ്റ്റ്യൻ ബന്ധുക്കൾക്ക് എലിവിഷം ഭക്ഷണത്തിൽ കലർത്തി നൽകിയിരുന്നു എന്നതടക്കമാണ് വെളിപ്പെടുത്തൽ. DNA പരിശോധനാ ഫലം ഉൾപ്പെടെ കേസിൽ നിർണായകം. ധർമ്മസ്ഥലയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഇന്നും തുടരും. 13ാം പോയിന്റിലാണ് പരിശോധന. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 5 മാധ്യമപ്രവർത്തകരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. പോലീസ് സബ് ഇൻസ്പെക്ടറെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് ഏറ്റുമുട്ടലിൽ വെടിവെച്ചു കൊന്നു. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ഏറ്റുമുട്ടൽ കൊല. പ്രതി മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത്. അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. റാപ്പർ വേടൻ കൊച്ചിയിൽ നടത്താനിരുന്ന സംഗീത പരിപാടി മാറ്റിവെച്ചു. വേടനെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ച സാഹചര്യത്തിലാണ് സംഗീത പരിപാടി മാറ്റിവെച്ചത്. യുവതിയുടെ ലൈംഗികാരോപണ പരാതിക്ക് പിന്നാലെ വേടൻ ഒളിവിൽ. ഉത്തരാഖണ്ഡിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ എയർലിഫ്റ്റ് ചെയ്ത് നാട്ടിലെത്തിക്കാൻ ശ്രമം. 28 പേരുമുള്ളത് ഗംഗോത്രിക്കടുത്തുള്ള ക്യാമ്പിൽ. തകർന്ന റോഡുകൾ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുന്നു. 12 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് ഇടുക്കി, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഇന്ത്യ. തൽക്കാലം പ്രകോപനപരമായി പ്രസ്താവനകളില്ല. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തമാക്കും. സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി ഇന്ന് മുതിർന്ന മന്ത്രിമാരെ കാണും. യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും അറയ്ക്കുന്ന ഭാഷയിൽ അധിക്ഷേപിച്ച വിനായകനെതിരെ നിയമ നടപടിക്ക് സാധ്യത. അസഭ്യം പറഞ്ഞും ബന്ധുക്കളെ അധിക്ഷേപിച്ചുമായിരുന്നു ഫേസ്ബുക്ക്. നേരത്തെ VSനെയും ഉമ്മൻചാണ്ടിയെയും അധിക്ഷേപിച്ച് പോസ്റ്റിട്ടും വിവാദത്തിലായിരുന്നു. മഹാത്മാഗാന്ധി, നെഹ്റു, ഇന്ദിരാഗാന്ധി, ജോർജ് ഈഡൻ എന്നിവരെയും ഹീനമായ ഭാഷയിൽ അധിക്ഷേപിച്ച വിനായകൻ നഗ്നതാ പ്രദർശനത്തിന്റെ പേരിലും നിയമ നടപടി നേരിട്ടു. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന പേരിൽ നടി ശ്വേത മേനോനെതിരെ കേസെടുത്തതോടെ അമ്മ തെരഞ്ഞെടുപ്പിൽ വിവാദം കത്തുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മത്സരിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയുള്ള കേസ്. ചേരിപ്പോരാണ് കേസിന് പിന്നിലെന്ന ആരോപണവും ശക്തം. കൊട്ടാരക്കര പനവേലിയിൽ നിയന്ത്രണം വിട്ട മിനി ലോറി ഇടിച്ചു കയറി 2 പേർ മരിച്ചു. പനവേലി സ്വദേശിനി സോണിയ, ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്ക്. വിജയൻ എന്നയാൾക്കാണ് പരിക്ക്. ബസ് സ്റ്റോപ്പിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കുമാണ് മിനി ലോറി നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറിയത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വീണ്ടും പുലി ഇറങ്ങി. ഇന്നലെ രാത്രി മണ്ണാർമലയിലെത്തിയ പുലിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പതിവായി ജനവാസ മേഖലയിലെത്തുന്ന പുലിയെ പിടികൂടാൻ വൈകുന്നതിൽ വലിയ പ്രതിഷേധം. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. ബീഹാറിലെ വോട്ടർ പട്ടിക പ്രത്യേക പുതുക്കൽ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യം പ്രതിഷേധ റാലി നടത്തും. വിശദമായി പരിശോധിക്കാം. ധർമ്മസ്ഥലയിൽ ഇന്നും പരിശോധന.
ധർമ്മസ്ഥലയിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഇന്നും തുടരും. 13ാം പോയിന്റിലാണ് പരിശോധന. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ധർമ്മസ്ഥലയിൽ കൂടുതൽ പോലീസിന് വിന്യസിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 5 മാധ്യമപ്രവർത്തകർക്കാണ് ഇന്നലെ പരിക്കേറ്റത്. 5 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും ഉപകരണങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. ബൈജു, ഇപ്പോൾ ഉള്ളത് സ്നാനഘട്ടത്തിന് സമീപമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ അതീവ നാടകമായ സംഭവ വികാസങ്ങളായിരുന്നു അവിടെ സംഭവിച്ചെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതാ വീണ്ടും ഡി ഗ്യാങ് അവർ തലപൊക്കുന്നു. വലിയ ആക്രമണങ്ങൾ അവിടെ അടിച്ചുവിടുന്നു. സ്വതന്ത്രമായി ജോലി ചെയ്യാൻ മാധ്യമപ്രവർത്തകർക്ക് പോലും സാധിക്കാത്ത സാഹചര്യം അവിടെ ഉടലെടുക്കുന്നു. ഇതൊക്കെ വ്യക്തമാവുന്നത് ആരൊക്കെയോ ഭയക്കുന്നു മണ്ണിനടിയിൽ നിന്ന് സത്യങ്ങൾ പുറത്തോട്ട് വരുന്നത് എന്നതിനെയല്ലേ ബൈജു സൂചിപ്പിക്കുന്നത്? തീർച്ചയായും ഭവ്യ, നമ്മളിപ്പോൾ കാണിച്ച ദൃശ്യം അത് ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി ഗ്യാങ്ങിൻ്റെ തലനീക്കി പൊക്കി പുറത്തു വന്നതും അഴിഞ്ഞാട്ടവുമാണ്. ഇന്നലെ രാത്രിയാണ് ആ സംഭവം ഉണ്ടായത്. അവിടെ എല്ലാം ദൃശ്യങ്ങളെടുക്കാൻ നമ്മളെത്തിയിരുന്നു. അതായത് മാധ്യമ പ്രവർത്തനം ഇവിടെ നടത്തരുത്, അതാണ് ഇവരുടെ ഉദ്ദേശം ആദ്യമായിട്ടുള്ളത്. പിന്നീട് സത്യങ്ങൾ ഓരോന്ന് പുറത്തു വരുന്നു. അത് ഒരു പക്ഷേ SIT എല്ലാ കാര്യവും പുറത്തുവിടുന്നില്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പല കാര്യങ്ങളും പുറത്തു വരുന്നത് ഇവർക്കെല്ലാം തന്നെ കൃത്യമായി കൊള്ളുന്നുണ്ട്. അത് കൃത്യമായി പ്രതികളിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ വാർത്തകളെല്ലാം. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സ്നാനഘട്ടയാണ്. ഇവിടെയാണ് മാധ്യമ പ്രവർത്തനം നിഷേധിച്ച സ്ഥലം, മാധ്യമപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സ്ഥലം. ആ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതേ സ്ഥലത്താണ് ഇന്ന് പരിശോധന നടക്കേണ്ടതും. 13ാം പോയിന്റ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇതിപ്പോൾ കാണാം. സ്നാനഘട്ട എന്ന് പറയുന്ന സ്ഥലം, ഇവിടെയാണ് ഈ ഡി ഗ്യാങ്ങിൻ്റെ താവളം. ഇപ്പോഴും ആ സംഘം ഒരു പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടാകാം, നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും. എന്തായാലും പ്രേക്ഷകർക്ക്, പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്താണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നതെന്ന്. അത് കൃത്യമായി കാണിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരെയും വെല്ലുവിളിക്കാനോ അത്തരം കാര്യമല്ല. SITയുടെ അന്വേഷണം അത് ഏത് രീതിയിലൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ നമ്മുടെ ന്യൂസ് 18 മാധ്യമ സംഘം മാത്രമാണ് ഇപ്പോൾ ഈ സ്നാനഘട്ടയിലുള്ളത്. ആരെയും ഇവിടെ കാണാനില്ല. അഖിൽ ഓട്ടുപാറ, നമ്മുടെ ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറ, ഇന്നലെ നമുക്കറിയാം ഇത്തരത്തിൽ ഇന്നലെ സാഹസികമായാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. കാരണം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയണമായിരുന്നു. രാത്രി 8 മണിയോടുകൂടി അഖിൽ ഓട്ടുപാറയും ഞാനും ആ സ്ഥലത്തെത്തുമ്പോൾ ഭീകരാവസ്ഥയായിരുന്നു. വലിയ തോതിൽ വാഹനങ്ങളൊക്കെ, മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങളൊക്കെ തകർത്ത ആ നിലയിലായിരുന്നു. നമുക്ക് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലീസിന് നമുക്ക് സുരക്ഷ നൽകാൻ കഴിയില്ല. അവിടെ നിന്ന് മടങ്ങിപ്പോകണമെന്ന് പറയുന്ന അവസ്ഥ വരെ അവിടെ നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും ഇന്നത്തെ അവസ്ഥ, ഇനി അത് നമുക്ക് അല്പസമയം കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് കണ്ടറിയേണ്ടി വരും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. 13ാം പോയിന്റ് എന്ന് പറയുന്ന നമ്മൾ ഇന്നലെയൊക്കെ കാണിച്ചു. ഇവിടെ പോലീസുണ്ട്, 4ഓളം പോലീസ്, ആയുധധാരികളായ പോലീസ് ഈ 13 പോയിന്റിന് അവർ കാവൽ നിൽക്കുന്നതാണ്. 24 മണിക്കൂറും ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇപ്പോൾ കാണാം, ആയുധധാരികളായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത്. ഇവർ ഇവിടെ ഈ 13ാം പോയിന്റ്, ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ആ 13ാം പോയിന്റിനെ ഏതെങ്കിലും തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നേരെ പോയാൽ ഭവ്യ കാണാം. ഇതാണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, 13ാം പോയിന്റ്. ഇന്നലെ ഇവിടെ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് വനത്തിനകത്തെ മാർക്ക് ചെയ്യാത്ത സ്ഥലം, അതായത് ഇപ്പോൾ 11A എന്നാണ് ആ മാർക്കിന് അതിനിപ്പോൾ SIT പറഞ്ഞിട്ടുള്ളത്. 1 മുതൽ 13 വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ 13ാമത്തെ പോയിന്റാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതാണ് ആദ്യഘട്ട പരിശോധനയുടെ ഏറ്റവും അവസാനത്തെ പോയിന്റ്. ഈ പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ തോതിൽ സംഘർഷം ഉണ്ടാക്കുക, ഈ അന്വേഷണം തടസ്സപ്പെടുത്തുക, SITയുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിർത്തുക, അങ്ങനെ ചില ഉദ്ദേശങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടാവാം. ഇന്നലെ അത്ര വലിയ സംഘർഷമാണ് ഇന്നലെ ഉണ്ടായതെന്ന് പറയേണ്ടി വരും. ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ഇവിടെ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ടടുത്താണ് ഈ സംഘർഷമൊക്കെ ഉണ്ടായ സ്ഥലം. മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങൾ തകർത്തു,
ഉപകരണങ്ങൾ തകർത്തു, മാധ്യമപ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ചു, ഇരുമ്പ് പൈപ്പും അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ മർദ്ദനം ഒക്കെ ഉണ്ടായത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതൊക്കെ ഈ ചുറ്റും ഇതിന് റിബൺ കെട്ടി ഇത്തരത്തിൽ പോലീസ് കാവലിലാണ്. കഴിഞ്ഞ 9 ദിവസമായി ഈ കാവലിലാണ്, പോലീസ് കാവലിലാണ് ഈ പ്രദേശം. ഈ സ്ഥലം 13 എന്ന് പറയുന്ന സ്ഥലം, ഇത് ശുചീകരണ തൊഴിലാളി ജോലി ചെയ്ത ആ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന ഒരു സ്ഥലമാണിത്. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ ഇന്നലെ പുതിയൊരു വെളിപ്പെടുത്തലുണ്ടായത് 6 സാക്ഷികൾ ഇവിടെ ശുചീകരണ തൊഴിലാളി ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടത് കണ്ടു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആയിരിക്കാം ഒരുപക്ഷെ വലിയ പ്രകോപനത്തിന് ഇന്നലെ രാത്രിയോടുകൂടി കാരണമുണ്ടായത്. ഏതായാലും ഇപ്പോൾ ഒരു ചാനൽ പോലും ഈ സ്ഥലത്തിപ്പോൾ എത്തിയിട്ടില്ല. കാരണം ദേശീയ ചാനൽ ഉൾപ്പെടെ ഇവിടെ ഈ റിപ്പോർട്ടിങ്ങിന് എത്തിയ സാഹചര്യം ഇന്നലെ വരെ ഉണ്ടായിരുന്നു. നിലവിൽ നമുക്കിപ്പോൾ ഒരു മാധ്യമപ്രവർത്തനം ഇവിടെ കാണാൻ ഇല്ല. കാരണം അത്രത്തോളം വലിയ ആക്രമണമാണ്, മർദ്ദനമാണ്, മാധ്യമപ്രവർത്തകർക്ക് നേരെ ഭീഷണിയാണ് ഉള്ളത്. ഇപ്പോഴും ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആ ഭീഷണിക്ക് വഴങ്ങിയിട്ടായിരിക്കാമോ, അല്ലെങ്കിൽ ഭീഷണി ഭയന്നുകൊണ്ടായിരിക്കാമോ ഇപ്പോൾ നമ്മൾ ഒഴിച്ച് ന്യൂസ് 18 ഒഴിച്ച് മറ്റൊരു മാധ്യമത്തെയും അവിടെ കാണാത്തത് ബൈജു? തീർച്ചയായും അങ്ങനെ കരുതേണ്ടി വരും. ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. കാരണം പോലീസിൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന 4 പോലീസ് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സുരക്ഷ നൽകാനുള്ളതല്ല. അവർ 13-ാം പോയിന്റിന് ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തിയ ആളുകളാണ്. പക്ഷേ ഈ ധർമ്മസ്ഥലയും പരിസര പ്രദേശങ്ങളിലെല്ലാം കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ASP ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അല്പസമയം മുമ്പ് ASPയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്നലെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉണ്ടായ ത്തിൽ കേസെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ അന്വേഷണം തുടരും, അന്വേഷണം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. ഇതിന്റെ എല്ലാ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് SP ഇത്തരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെയും ഇതേ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു, അവർ വലിയ സുരക്ഷയുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതാ ഡി ഗ്യാങ് തലപൊക്കുന്നു, വലിയ ആക്രമണം അടിച്ചുവിടുന്നു. നാടകീയ സംഭവങ്ങൾ എന്ന് തന്നെ പറയാം, അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം. ഡി ഗ്യാങ്ങിന്റെ ആ അഴിഞ്ഞാട്ടം സംഭവിക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് വലിയ പരിക്കേൽക്കുന്നു. എന്തെങ്കിലും തരത്തിലൊരു ഒത്താശ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നൊരു സംശയത്തിന്റെ സാധ്യത അവിടെ നിൽക്കുന്നുണ്ടോ ബൈജു? ബാബി, അത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ പോലീസ് സ്റ്റേഷനും ഇതെല്ലാം ഈ ഡി ഗ്യാങ്ങും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. ഇന്നലെ ഏറ്റവും പ്രധാനം, ഇന്നലെ 5 മണിയോടുകൂടി തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. അതായത് പുതിയൊരു ഇടം, മാർക്ക് ചെയ്യാത്ത ഇടം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയായിരുന്നു ഇന്നലെ പരിശോധന. 5 മണിയോടെ പരിശോധന പൂർത്തിയായി. SIT സംഘം വലിയ തോതിൽ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഈ പരിശോധന നടക്കാറുള്ളത്. കാരണം ഈ ശുചീകരണ തൊഴിലാളിക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അക്രമം ഉണ്ടാവുന്ന ഉള്ളതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഉണ്ടായിരുന്നു. ആ SIT സംഘം ഇവിടെ നിന്നും പോയി അരമണിക്കൂർ കഴിയുമ്പോഴാണ് വലിയ തോതിൽ 50 പേരടങ്ങുന്ന ഒരു സംഘം, നേരത്തെയൊക്കെ നമ്മളത് ചൂണ്ടിക്കാട്ടിയതാണ്, ഇവിടെ ഈ സ്ഥലം കേന്ദ്രീകരിച്ച്, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ വലിയ തോതിൽ ഈ ഡി ഗ്യാങ് എന്ന് പറയുന്ന ഈ ഗ്യാങ് ഇവർ ഒരു പക്ഷേ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇത്തരം ഓരോ കൊലപാതകങ്ങളും അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവർ ഒക്കെ ആയിരിക്കാം ഈ ഒരു ആക്രമണം അയച്ചുവിട്ടത്. കാരണം അവർ ഭയക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട കുറേ വിവരങ്ങളാണ്. കാരണം SITയുടെ പരിശോധനയിൽ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ നമ്മളൊന്നും ആദ്യം മൂന്നാം ദിവസത്തെ പരിശോധനയിലാണ് ഇത്തരത്തിൽ നമ്മൾ ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് 3ാമത്തെ പോയിന്റിൽ നമ്മൾ വ്യക്തമാക്കിയത്. പക്ഷേ അവിടെ നിന്നും 3 തലയോട്ടികൾ ഉൾപ്പെടെ ലഭിച്ചു എന്ന വിവരം ഒക്കെ വരുന്നുണ്ട്. അതിൽ സ്ത്രീകളുടെ ഉൾപ്പെടെ ഉണ്ടെന്നാണ്. ആദ്യം 6 എന്ന പോയിന്റിൽ ഒരു പുരുഷൻ്റെ അസ്ഥികൂടം, പൂർണ്ണ അസ്ഥികൂടം ലഭിച്ചു എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ 3ാമത്തെ പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ 3ഓളം അസ്ഥികൂടം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ മാർക്ക് ചെയ്യാത്ത ഇടത്തിൽ നിന്നും 4ഓളം ആളുകളുടെ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതിലൊന്ന് പൂർണ്ണ മനുഷ്യ അസ്ഥികൂടം, ഒരു തലയോട്ടി, ചെറിയ നിലയിലുള്ള ഒരു തലയോട്ടി, 60 അസ്ഥികൾ. ഇത് കൂടുതൽ ആളുകളുടേതാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് ഫോറൻസിക് പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അതിലൊക്കെ വ്യക്തത വരൂ. SIT ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായി ഒരു കാര്യവും പുറത്തു പറയാതെ വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് പരിശോധന നടത്തുന്നത്. കാരണം അവർക്കറിയാം ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പ്രകോപനമുണ്ടാകും. അത് പ്രകോപനമുണ്ടായാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകും. പിന്നീട് ഈ അന്വേഷണത്തെ പോലും അത് അട്ടിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ SIT വളരെ രഹസ്യ സ്വഭാവത്തിൽ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരിക, ഇതിൽ കൃത്യമായി ഇതിൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരിക, ഈ പ്രതികളിലേക്ക് എത്തുക, അത് തന്നെയാണ് SIT
ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ഇന്നോ നാളെയോ ഇതിൽ സാക്ഷി നിർണായകമായ ഒരു മൊഴി നൽകിയിട്ടുണ്ട്. ഇതാരാണ് തന്നെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത്, അവരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെ നടപടിയിലേക്ക് SIT കടക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. കാരണം DGP ഇന്നലെ ഇവിടെ ധർമ്മസ്ഥലയിലെത്തി ഇതിൻ്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയൊക്കെ വിലയിരുത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അവരിലേക്ക് എത്താൻ പോകുന്നു, ആ ഒരു ഘട്ടം എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇത്തരം അക്രമങ്ങൾ അയച്ചുവിടുക, മാധ്യമപ്രവർത്തകരെ ഇവിടെ നിന്നും അടിച്ചോടിക്കുക. ഒരു പക്ഷേ ഇപ്പോഴും ഈ സമയം മാധ്യമപ്രവർത്തകർ ആരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. ഒരു പക്ഷേ ഭയമുണ്ടാകും. കാരണം അത്രത്തോളം വലിയ അക്രമമാണ് ഇന്നലെ ഉണ്ടായത്. അത് ഇരുമ്പ് ദണ്ടും അത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തലയ്ക്കും കാലിലും കൈക്കും ഒക്കെ ക്രൂരമായി അടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരുപക്ഷെ അതിനുശേഷം ഈ അക്രമമെല്ലാം കഴിഞ്ഞ് ഒരു 8 മണിയോടുകൂടി ഞാനും അഖിലും നേരത്തെ സൂചിപ്പിച്ചതല്ല, ക്യാമറാമാൻ അഖിലോട്ട് പറയും, ആ സംഭവ സ്ഥലത്ത് തന്നെ പോയി ആ ദൃശ്യങ്ങൾ പകർത്തിരുന്നു. അപ്പോഴും അവിടെ ഭീകരാവസ്ഥയായിരുന്നു. ഏത് സമയത്തും നമുക്കെതിരെ അക്രമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ധർമ്മസ്ഥലയിൽ സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ ഇനിയും കഴിയാത്ത സാഹചര്യമാണ്. അതാണ് നമ്മൾ തേടിയത്. പക്ഷേ ആ ദൃശ്യങ്ങളെല്ലാം നമ്മൾ ചിത്രീകരിച്ചു. വാഹനങ്ങൾ തകർത്തത്, മാധ്യമപ്രവർത്തകരുടെ തീർച്ചയായും അതാണ് സാഹചര്യം. തുടക്കത്തിലും ന്യൂസ് 18 മാത്രമേ ധർമ്മസ്ഥലയിൽ ഉണ്ടായിരുന്നുള്ളൂ. തുടക്കത്തിൽ ഇന്ന് KV ബൈജു ലൈവ് തുടങ്ങിയ അതേ സ്ഥലം സ്നാനഘട്ട, അവിടെ ഓരോ മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല, വലിയ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ സ്ഥലത്ത് പോലും വലിയ ഭീഷണികളെ വകവയ്ക്കാതെ അങ്ങോട്ട് എത്തിയത് ന്യൂസ് 18 ആണ്. തുടക്കം മുതൽ ഇപ്പോഴും അതേ സ്ഥാനത്ത് ഈ ദിവസവും ന്യൂസ് 18 മാത്രമാണ് ഉള്ളത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മറ്റ് മാധ്യമങ്ങളൊക്കെ ഭീഷണിക്ക് വഴങ്ങിയിട്ടാകാം ഒരു പക്ഷേ അങ്ങോട്ടേക്ക് എത്താത്തത്. ഇന്നലെ ഈ നിമിഷം വരെ അവിടെ മറ്റു മാധ്യമങ്ങൾ എത്തിയിട്ടില്ല. അപ്പോഴും അവിടെ KV ബൈജുവും ന്യൂസ് 18 സംഘവും മാത്രമാണ് ഉള്ളത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ബൈജു, ഇന്നത്തെ ദിവസം ഇന്ന് 13ാം പോയിന്റിൽ തിരച്ചിൽ നടക്കുകയാണ്. അതും അതീവ നിർണായകമാണ്. ഇനി അങ്ങോട്ട് തിരച്ചിൽ ഉണ്ടെങ്കിൽ അത് 14, 15 പോയിന്റുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ആരോപണ വിധേയന്റെ എസ്റ്റേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അതും അതീവ നിർണായകമാണ് ഇനി അങ്ങോട്ടുള്ള തിരച്ചിലും. അപ്പോൾ ഇന്നും ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടോ? ഡി ഗ്യാങ് അടങ്ങിയിരിക്കുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. 14ഉം 15ഉം അത് ആരോപണ വിധേയനായ വ്യക്തിയുടെ സ്ഥലമാണ്, എസ്റ്റേറ്റാണ്. അവിടെ കോടതി ഉത്തരവ് ലഭിച്ചിരിക്കുന്നു പരിശോധന നടത്താൻ. ഒരു പക്ഷേ ഇന്ന് 13ാം ഇത് ഇവിടെ പരിശോധന നടത്താതെ 14ലേക്ക് ഇന്ന് SIT സംഘം പോകുമോ? എസ്റ്റേറ്റിയുടെ നീക്കങ്ങളൊക്കെ വളരെ നാടകീയമാണ്. ഇന്നലെ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു. പക്ഷേ 1 മണിയോടുകൂടി SIT സംഘം നേരെ പോയത് വനത്തിനകത്തേക്കാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഇത് കൃത്യമായി അളന്ന് സീൽ ചെയ്തു വെച്ച് ഇവിടെ കൃത്യമായി പോലീസ് കാവലോടുകൂടി ഇത് തുടരുന്നുണ്ട്. ഇതിനിടയിൽ ഇങ്ങനെ തന്നെ 13ാം നമ്പർ ഇങ്ങനെ തന്നെ നിലനിർത്തി പെട്ടെന്നാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. അതിൽ 14ഉം 15ഉം നിർണായകമാണ്. അവിടെ ഒരുപാട് മൃതദേഹാവശിഷ്ടങ്ങൾ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 14ഓ 15ഓ ഇന്ന് പരിശോധന ഉണ്ടാകുമോ? അതല്ല, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 13-ന് ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഈ സ്നാനഘട്ടത്തിന് തൊട്ട് സമീപത്തായതുകൊണ്ട് ഇയാൾ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുകൊടുക്കുകയും ഇവിടെ രാത്രിയൊക്കെ കുഴിച്ചിടുന്ന സാഹചര്യമുണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ സാക്ഷികൾ രംഗത്തെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പരിശോധന വളരെ പ്രധാനമാണ്. ഈ പരിശോധന ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, മാധ്യമ പ്രവർത്തകരുടെ പല വാഹനങ്ങളും OB വാൻ, DSNG ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിൻ്റെ കോമ്പൗണ്ടിനകത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൂടി വളരെ പ്രധാനമാണ്. മാധ്യമ പ്രവർത്തകരുടെ വാഹനം റോഡിന് വശമോ അത്തരത്തിൽ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നു. ആ വാഹനങ്ങൾ പലതും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൻ്റെ അകത്ത് കോമ്പൗണ്ടിനകത്താണുള്ളത്. DSNG ഉൾപ്പെടെ അവിടെയുണ്ട്, കാറുകൾ ഉൾപ്പെടെ ഉണ്ട്. കാരണം ലോഡ്ജുകളിൽ സുരക്ഷിതമല്ല രാത്രി എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ വാഹനങ്ങൾ പോലും വെക്കുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് SITയുടെ അന്വേഷണം ആരൊക്കെയോ ഭയക്കുന്നുണ്ട്, തങ്ങളിലേക്ക് എത്തുമെന്ന് ഭയക്കുന്നുണ്ട്. തങ്ങളുടെ ഈ മൃതദേഹങ്ങളൊക്കെ ഒരുപാട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭവ്യ, ഇവിടെ ഇതുവരെ നടന്ന അന്വേഷണത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും പുരോഗതിയും അത് കൃത്യമായി DGP മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ടായി സമർപ്പിച്ചു ദിവസം കൂടിയാണ് ഇന്നലെ. ഒരുപക്ഷെ അത്തരം റിപ്പോർട്ടുകൾ ചോർന്നിട്ടുണ്ടാകാം. ആ റിപ്പോർട്ടിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടാകാം. അതായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ ഒരു പ്രകോപനം ഉണ്ടായത്. എന്തായാലും നമ്മളുടെ ഈ തത്സമയ സംപ്രേഷണം തന്നെ ഒരു പക്ഷേ തടസ്സപ്പെട്ടേക്കാം. അത്തരത്തിലുള്ള ഒരു വളരെ അപകടകരമായ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും സുരക്ഷിതമല്ല. പോലീസിന് ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. പോലീസ് ഇന്നലെ ലാത്തിചാർജൊക്കെ നടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്നിട്ടും മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നിടത്തേക്ക് വരെ സാഹചര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഇന്നത്തെ പരിശോധന നിർണായകമാണ്. നമ്മളുണ്ടാകും.
ഇവിടുന്ന് തത്സമയ വിവരങ്ങൾ നൽകാൻ ഈ 13-ാം പോയിന്റ് ആണെങ്കിൽ അതല്ലെങ്കിൽ 14-ഓ 15-ഓ അവിടെ എല്ലാം ഉണ്ടാകും. ന്യൂസ് 8-ന്റെ ക്യാമറ കണ്ണുകളുണ്ടാവും, അഖിലോട്ട് പറയുണ്ടാവും, ഞാനും ഉണ്ടാവും. നമ്മൾ തത്സമയം ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. തീർച്ചയായും മറ്റാരില്ലെങ്കിലും അവിടെ ന്യൂസ് 8 ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകുകയാണ് KV ബൈജു. ഒപ്പം ഞങ്ങളുടെ ക്യാമറമാൻ അഖിലോട്ട് പറയും. മറ്റു മാധ്യമങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല, പക്ഷേ ന്യൂസ് 18 അവിടെ ഉണ്ട്. തത്സമയ റിപ്പോർട്ടിംഗുമായി ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടിംഗുമായി ന്യൂസ് 18 സംഘം ധർമ്മസ്ഥലയിലെ സ്നാനഘട്ടയിലുണ്ട്. ഈ വാർത്തയിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ട അവിടെ അന്വേഷണം തുടങ്ങുന്ന സമയത്ത്, തിരച്ചിൽ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് എത്താം. മറ്റു വാർത്തയിലേക്ക് വരാം. അതിനു മുൻപൊരു ഇടവേള. സെബാസ്റ്റ്യന്റെ ക്രൂരതകൾ പുറത്തേക്ക്. ജയനമ്മ തിരോധാന കേസിലെ പ്രതി CM സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഒരാഴ്ചത്തെ കസ്റ്റഡി കാലാവധിയിൽ സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചിട്ടില്ലെന്നാണ് വിവരം. DNA പരിശോധനയ്ക്കായി ആദ്യം അയച്ച ശരീര അവശിഷ്ടങ്ങളുടെ ഫലം കിട്ടുന്നതിനനുസരിച്ച് ഇയാളെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും. അതേസമയം സ്ത്രീകളുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന്റെ ബന്ധുവിന്റെയും അയൽവാസിയുടെയും തുറന്നു പറച്ചിലുകൾ വിശദമായി പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ ബന്ധുക്കൾക്ക് എലിവിഷം ഭക്ഷണത്തിൽ കലർത്തി നൽകിയിരുന്നു എന്നതടക്കമാണ് ഇവർ വെളിപ്പെടുത്തിയത്. ഇവരുടെ വിശദമായ മൊഴി വൈകാതെ രേഖപ്പെടുത്തും. ജി ശ്രീജിത്തും ഒപ്പം ശരണ്യ സ്നേഹജനും ചേരും. ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നും തത്സമയം നോക്കും. അപ്പം ആദ്യം ഞാൻ ശരണ്യ സ്നേഹജനിലേക്കാണ് പോകുന്നത്. ശരണ്യ, ജയനമ്മ തിരോധാനം ആ ഒരൊറ്റ കേസിൽ നിന്ന് തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് 4ഓളം കേസിൽ എത്തി നിൽക്കുകയാണ് അന്വേഷണ സംഘം. ആ 4 പേരിൽ അവസാനിക്കുമോ എന്നുള്ള വലിയ ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭവ്യ, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് കേസ് നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം അന്വേഷണ സംഘം ശാസ്ത്രീയമായ തെളിവുകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ നടത്തുമ്പോൾ ഇനി അവരുടെ മുന്നിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് DNA പരിശോധനാ ഫലമാണ്. അതായത് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്നും ലഭ്യമായിട്ടുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ അത് ആരുടേതൊക്കെയാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ തന്നെ NCSന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ജിയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. ചില പോയിന്റുകൾ അവർക്ക് സംശയാസ്പദമായി തോന്നിയ പോയിന്റുകളൊക്കെ ഖനനം ചെയ്ത് നോക്കിയെങ്കിലും അവിടെ അത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല. അതിൽ ഏറ്റവും പ്രധാനമായി അവർ നേരിട്ടൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ പ്രശ്നം തന്നെയാണ്. അതായത് 2 മീറ്ററിന് താഴത്തേക്ക് പലയിടങ്ങളിലും വെള്ളപ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ജലം താഴത്തുള്ളത് കൊണ്ട് തന്നെ ഉണങ്ങിയ ഒരു കാലാവസ്ഥയിൽ നടത്തുന്ന ഒരു പരിശോധനയുടെ അത്രയും ഫലവത്തായ രീതിയിൽ ഇപ്പോൾ പരിശോധന നടത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രായോഗികമായി അവർ നേരിട്ടൊരു വെല്ലുവിളി എന്നുള്ളതാണ്. എന്തായാലും NC സംഘം അവരുടെ സെബാസ്റ്റ്യന്റെ വീടിനകത്തൊക്കെ നടത്തിയ പരിശോധനയിൽ വീടിനകത്ത് മറ്റ് സംഭവങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് കോടതിയിലേക്ക് പോകുമ്പോൾ മറ്റ് കേസുകൾ, അതായത് മറ്റ് തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ഇത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധനകളടക്കം നടത്തി എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി സബ്മിറ്റ് ചെയ്യാൻ അതിനകത്ത് കഴിയുമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇന്നലെ നടത്തിയ NCSനെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനകൾ ഗുണം ചെയ്തില്ല എന്ന് തന്നെ നമുക്ക് പറയാനാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഇന്നലെ കണ്ടെത്തിയ ഒരു വാച്ചാണ്. അതായത് സെബാസ്റ്റ്യന്റെ വീട് പലതവണയായിട്ട്, അതായത് സെബാസ്റ്റ്യൻ പോലീസ് നൽകിയിട്ടുള്ള ഒരു മൊഴി പ്രകാരം ഞാനിവിടെ താമസമില്ലാത്ത ഒരാളാണ്, വന്നു പോകുന്ന ഒരാളാണെന്നാണ്. പക്ഷേ ഇന്നലെ സെബാസ്റ്റ്യന്റെ വീടിന്റെ ഗ്യാസ് കണക്ഷൻ ഉള്ളതാണ്. പക്ഷേ ആ വീടിന്റെ അടുക്കളയിലെ അടുപ്പിൽ നിന്നുമാണ് ഒരു വാച്ചിന്റെ ഡയൽ കിട്ടിയിട്ടുള്ളത്. അത് കത്തിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കും. അത് ജയനമ്മയുടേതാണെന്ന് സ്ഥിരീകരിക്കാനായാൽ, അല്ലെങ്കിൽ ഈ തിരോധാനത്തിൽ ഏർപ്പെട്ട സ്ത്രീകളുടെ ഒരുപക്ഷെ ജയനമ്മയുടെ തന്നെ ആവാനുള്ള സാധ്യത. കാരണം അത് പുതുതായി കത്തിച്ച ഒരു നിലയിലാണ് ഉണ്ടായിരുന്നത്, അടുപ്പിൽ നല്ല ചാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു വാച്ച് കേന്ദ്രീകരിച്ച് അത് ഒരു ജയനമ്മയുടേതാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ സംഭവമായിരിക്കും. കാരണം അസ്ഥികൾ കത്തിച്ച നിലയിലാണ്, മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിച്ച നിലയിലാണ് കണ്ടെത്തിയിരുന്നത് എന്നുള്ളതാണ്. ആ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും മൃതദേഹങ്ങൾ കത്തിച്ചതിന് ശേഷം മറ്റ് അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി ഇട്ടതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ തന്നെ അയൽവാസിയായ ഒരു വ്യക്തി പോലീസിന് നൽകിയിട്ടുള്ള മൊഴി പ്രകാരം ആ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പുക ഉയരുന്നത് കണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ജൂലൈ മാസത്തിന്റെ തുടക്കത്തിലാണ് അത്തരത്തിലൊരു പുക ഉയരുന്നത് കണ്ടെന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ വീടിന്റെ, അതായത്
വീടിനകത്ത് നിന്നും ശേഖരിച്ച മദ്യക്കുപ്പി ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പോലീസിനോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ താൻ അവിടെ സ്ഥിരതാമസമല്ല, അല്ലെങ്കിൽ താൻ അവിടെ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തുമ്പോൾ ഈ ജൂലൈ മാസം ആദ്യം സെബാസ്റ്റ്യന്റെ ടവർ ലൊക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ജൂലൈയിൽ ഉപയോഗിച്ച ജൂലൈ 6-ാം തീയതി ലേബൽ ചെയ്തിട്ടുള്ള ഒരു മദ്യക്കുപ്പിയും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് അല്പം മദ്യം അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ ഈ സമയത്ത് ജൂലൈ 6 കഴിഞ്ഞുള്ള സമയത്ത് അയാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളുമായാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് ശേഖരിച്ച കാര്യങ്ങൾ, ഇന്നലെ കിട്ടിയ വാച്ച് അടക്കമുള്ള കാര്യങ്ങൾ പ്രയോജനം ചെയ്യും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്. നേരത്തെ ഭവ്യ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്. അതായത് സെബാസ്റ്റ്യന്റെ സഹോദരൻ, അതായത് അച്ഛന്റെ സഹോദരന്റെ മകൻ നൽകിയിട്ടുള്ള മൊഴി നിർണായകമാണ്. സിബി എന്ന വ്യക്തിയാണ് അത്തരത്തിൽ മൊഴി നൽകിയിട്ടുള്ളത്. അതായത് കൗമാര കാലഘട്ടത്തിൽ സെബാസ്റ്റ്യൻ തന്റെ വീട്ടുകാരുമായുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് വീട്ടിൽ ആ തർക്കത്തെ തുടർന്ന് വീട്ടിലെ ഭക്ഷണത്തിൽ എലിവിഷം കലർത്തി എന്നുള്ള രീതിയിൽ ഉള്ള ആ കാര്യങ്ങൾ അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു മൊഴിയായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എത്തി നിൽക്കുന്നത്. അതായത് കൗമാര കാലഘട്ടം മുതൽ തന്നെ ഇങ്ങനൊരു ക്രിമിനൽ വാസന ഇയാൾക്കുണ്ട് എന്നുള്ളത് ആണ് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുള്ളത്. ഭവ്യ തുടരുക. ഇപ്പോൾ ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ DNA പരിശോധനാ ഫലം അതിന്റെ ഫലം വന്നാൽ മാത്രമേ ഇനി എന്ത് എന്നുള്ള കാര്യത്തിലേക്ക് അന്വേഷണ സംഘത്തിന് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ആരുടേതാണ്, ഇതിൽ പ്രതിയാകുന്നത് സെബാസ്റ്റ്യൻ തന്നെയാണെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ചുരുളഴിയേണ്ടതുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ DNA പരിശോധനയുടെ ഫലം വരണം. അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇതുവരെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ പോലും അധികമൊന്നും തുറക്കാൻ തയ്യാറായിട്ടില്ല ഈ സെബാസ്റ്റ്യൻ എന്നാണ് മനസ്സിലാക്കുന്നത്. സെബാസ്റ്റ്യൻ തുടക്കം മുതൽ അങ്ങനെ ഒരു രീതിയാണ് കൈവന്നിരുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഭാര്യ സുബിയെ ഉൾപ്പെടെ വിളിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നടത്തുന്നുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിൽ അല്പം കൂടി സെബാസ്റ്റ്യൻ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘം സെബാസ്റ്റ്യൻ സഹകരിക്കാത്തതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയിൽ കൂടിയാണ് ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതായത് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് തുടക്കം മുതൽ ഇതിലെ തെളിവുകൾ കണ്ടെത്തിയുള്ള ഒരു അന്വേഷണ രീതിക്ക് തുടക്കമിട്ടത്. സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ പല CCTV ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് ഏതാണ്ട് മാസങ്ങൾ നീണ്ടൊരു അന്വേഷണത്തിനൊടുവിലാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോഴും അത്തരം അന്വേഷണം തുടരുകയാണ്. ഈ ആലപ്പുഴയിലെ ടീം, ഒപ്പം തന്നെ അതിനു കൂടാതെ എറണാകുളത്തുള്ള ടീം പോലും ഇന്നലെ കോട്ടയത്തെ വിജിലൻസ് ഓഫീസിൽ എത്തിയിരുന്നു. അതായത് ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, മൊബൈൽ ഫോൺ കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, CCTVകൾ, ഇങ്ങനെ ഇതൊരു 2-3-4 ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായി ഫലത്തിൽ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല പൂർണ്ണമായും എന്നുള്ളത് വസ്തുതയായി തന്നെ തുടരുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സെബാസ്റ്റ്യൻ ഒരു കൊലപാതകിയാണ് എന്ന നിഗമനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിട്ടുണ്ട്. ആരുടേതാണ് DNA പരിശോധന ഫലത്തിലൂടെ ആരുടെ മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഇതിൽ ഇനി നിർണായകമായി ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള സംഭവം. എന്തായാലും കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളെല്ലാം മനുഷ്യൻ്റെതാണ് എന്ന് തന്നെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലും അതിനു മുൻപ് തന്നെയും ഒക്കെയും ഫോറൻസിക് ഡോക്ടർമാരടക്കം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ ആണ് ഇത് ചെയ്തത്. അതിനുള്ള തെളിവുകൾ പലതും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും ഏതാണ്ട് 4 മണിക്ക് അകം സെബാസ്റ്റ്യനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. വീണ്ടും കോട്ടയത്തെ ടീം തന്നെ കസ്റ്റഡിയിൽ ചോദിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ഈരാറ്റുപേട്ടയിലടക്കം തെളിവെടുപ്പ്, ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്ത സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ അടക്കമുണ്ട്. അവിടെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടില്ല ഇതുവരെ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ അതിന് കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമോ എന്ന സംശയം ബാക്കിയാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് 2-3-4 ദിവസമായി ഒരുപാട് തെളിവുകൾ ശേഖരിച്ച് കാത്തിരിക്കുന്ന ആലപ്പുഴയിലെ സംഘമുണ്ട്. സ്വാഭാവികമായിട്ട് അവരും കസ്റ്റഡി ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരം തെളിവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയത്തെ ടീം ചോദ്യം ചെയ്തതും ആ നിലയിലാണ്. ഒരു പരിധിവരെ ഇന്ന് കസ്റ്റഡി ചോദിച്ചില്ല എങ്കിൽ ആലപ്പുഴയിലെ ടീം കസ്റ്റഡി ചോദിക്കും എന്നുള്ള സൂചനകളാണ് ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ വേഗതയിൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം DNA പരിശോധനാ ഫലം
എന്നുള്ളത് തന്നെയാണ്. അതിൽ പല സൂചനയുണ്ട്. ജൈനമ്മയുടെ ശരീരഭാഗങ്ങളാണോ എന്ന സംശയം പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ഈ കിട്ടിയ ശരീര അവശിഷ്ട ഭാഗങ്ങളിൽ പല്ലിന്റെ ക്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് ജൈനമ്മയ്ക്ക് ഇല്ലായിരുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും ഒരുപാട് സ്ത്രീകൾ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലേത് എന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെ മാത്രമേ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ടീം നിൽക്കുന്നത്. ഭവ്യ, തീർച്ചയായും ശരണ്യ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് എത്തി നിൽക്കുന്നത് സെബാസ്റ്റ്യൻ ഒരു കൊലപാതകിയാണ് എന്നതിലേക്ക് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതും. പക്ഷേ അപ്പോഴും ഒറ്റയ്ക്കാണോ സെബാസ്റ്റ്യൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നുള്ള വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയല്ലേ? കാരണം നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളപ്പോൾ പോലും വലിയ സാമ്പത്തിക സഹായമടക്കം വലിയ സംരക്ഷണമടക്കം സെബാസ്റ്റ്യന് പുറത്തുനിന്ന് ലഭിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കാണോ സെബാസ്റ്റ്യൻ? ഭവ്യ, ഈ കേസിനകത്ത് ഈ സ്ത്രീകളും സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പരസ്പരം ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പുലർത്തിപ്പോയിരുന്ന ഒരു ബന്ധമാണ് സെബാസ്റ്റ്യനുമായി സ്ത്രീകൾ. അയാളുമായി അടുത്തിടപഴകുന്ന ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ ഭംഗിയായ ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അയാൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും ധരിപ്പിക്കാനും കഴിവുള്ള ഒരാളാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. ആ രീതിയിൽ ഉള്ള ഒരു ഇടപെടൽ നടത്തുന്ന ആളാണ് ഇയാൾ. മാത്രമല്ല, ഇപ്പോൾ ഈ കേസുകളിൽ ഏറ്റവും വലിയ വിഘാതമായി നിൽക്കുന്നത് പോലും ഈ രണ്ടു പേർ തമ്മിലുള്ള ഒരു പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളിലേക്കും ഏർപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും ഒക്കെ ഇവരൊക്കെ തന്നെയും ഇപ്പോൾ ബന്ധുക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ മക്കൾക്കൊന്നും ഈ സെബാസ്റ്റ്യനും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊന്നും പലരുടെയും അറിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി രണ്ടുപേർ കടന്നു പോകുന്ന വഴികളിലൂടെയാണ് വിശ്വാസം നേടിയെടുക്കുന്ന സ്ത്രീകളിലാണ് ഇയാൾ ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏത് വഴിക്കാണ് ഇവർക്കിത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇനി വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ എങ്ങനെയാണ് ഒരാളെ അല്ലെങ്കിൽ ഇല്ലാതാക്കിയത് എന്നൊക്കെ കണ്ടെത്താൻ കഴിയാത്ത പോലും സാഹചര്യമുള്ളൊരു കേസാണിത്. കാരണം ഇനി അതൊക്കെ സെബാസ്റ്റ്യൻ പറയണം, ഇത് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് ഇവർക്ക് ഇത് പറ്റിയത് എന്നുള്ളതൊക്കെ അയാളെ കൊണ്ട് തന്നെ വെളിപ്പെടുത്തേണ്ട സാഹചര്യം. പക്ഷേ ഇരു ചെവി അറിയാതെ രണ്ടുപേർ പോകുന്ന രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഈ കേസിനകത്ത് ഒരു കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആയിഷ തിരോധാനത്തിലാണ് ഒരു ചെറിയ വഴിത്തിരിവെങ്കിലും ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ പുറത്തുവിട്ട റോസമ്മ എന്ന സ്ത്രീയുടെ പ്രതികരണങ്ങൾ, അതിനെ തുടർന്ന് അവരെന്തായാലും ആയിഷ കേസ് റീഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ആയിഷ കേസിനകത്ത് റോസമ്മയ്ക്ക് വിവരങ്ങൾ ധാരണയുണ്ട് എന്നുള്ള ധാരണപ്പുറത്ത് തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. അതിന് ഈ റോസമ്മയിൽ നിന്ന് ആയിഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാനാകും. സെബാസ്റ്റ്യന് അതിനകത്ത് കൃത്യമായ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് അവർ സംശയിക്കുന്നെങ്കിൽ അത് വെളിപ്പെടുത്താതെ സാഹചര്യം എന്തെന്നൊക്കെ അതിന് റോസമ്മ പോലീസോട് വെളിപ്പെടുത്തണം. ഇന്നലെ ചേർത്തല സിയുടെ നേതൃത്വത്തിലുള്ള സംഘം റോസമ്മയെ ചോദ്യം ചെയ്തിരുന്നു. ഏകദേശം സെബാസ്റ്റ്യനും റോസമ്മയും ഒക്കെ വളരെ ഇന്നലെ തന്നെ അവർ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു, ഈ റോസമ്മയുടെയൊക്കെ ഒരു പ്രതികരണമൊക്കെ കാണുമ്പോൾ. എന്തായാലും ഈ രണ്ടാളുകൾ ഇതിനകത്ത് ഇപ്പോൾ സെബാസ്റ്റ്യനെ കൂടാതെ തന്നെ റോസമ്മയ്ക്കും എന്തൊക്കെയോ വിവരങ്ങൾ അറിയാം എന്നുള്ളൊരു ധാരണപ്പുറത്താണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ റോസമ്മയിൽ നിന്നടക്കം തേടുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഈ ആധികാരികമായി ഈ കേസുകളുടെ കാലപ്പഴക്കം ഒരു പ്രശ്നമാവുന്നു. ഈ കേസുകൾ തെളിയിക്കാനായിട്ട് അവർക്ക് ഏറ്റവും ഗുണം ചെയ്യുക ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഇയാൾ ഇങ്ങനെ ഒരാളാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അത് ജൈനമ്മ കേസ് തന്നെയായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായി അന്വേഷണ സംഘത്തിൽ കണ്ടെത്താനാകുക. ബാക്കിയുള്ള കേസുകളിലേക്ക് അവർ പോവുക എന്ന് പറയുന്നത് അല്പം ശ്രമകരമായ ദൗത്യം തന്നെയാണ്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പോലീസ് അന്വേഷണത്തിന്റെ അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ചേർത്തല പോലീസ് ആദ്യഘട്ടത്തിൽ ഈ തിരോധാന കേസുകൾ കാണിച്ച ഒരു അലംഭാവം തന്നെയാണ് ഈ കേസുകൾ ഇങ്ങനെ പോകാൻ കാരണം. ഈ ക്രൈംബ്രാഞ്ച് സംഘം എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്ന് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തുമ്പോൾ അവർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് അവിടെ കിടന്ന ഓലക്കീറുകൾ റിമൂവ് ചെയ്ത് നോക്കിയപ്പോൾ അതിന് അടിയിൽ തന്നെ ബോണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയധികം സംശയാസ്പദമായ രീതിയിൽ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവരെ ഇന്നലെയൊക്കെ
പ്രതികരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം കോട്ടയത്ത് നിന്ന് എത്തി ഇവിടെ നിന്ന് ഒരു ഓലക്കീറ് മാറ്റിയപ്പോൾ അതിനടിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാ ഇത് ഈ സംശയിക്കുന്നു, തങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഈ സെബാസ്റ്റ്യന്റെ പുരയിടവും അല്ലെങ്കിൽ സെബാസ്റ്റ്യനോ അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട കോൾ റെക്കോർഡ്സോ ട്രാക്കിങ്ങോ അതൊന്നും ഇയാൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവരാരും അന്വേഷിക്കുന്നില്ല. എത്രയെത്ര കാര്യങ്ങളാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പഴയ കാലങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർ നമ്മളോട് പുറത്തു പറഞ്ഞത്, പ്രത്യേകിച്ച് റോസമ്മ അടക്കമുള്ള ആളുകൾ പുറത്തു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഇപ്പോഴാണ് വളരെ ഗൗരവത്തോടു കൂടി അതിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു നല്ല ടീമാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനു മുൻപ് ഇത് അന്വേഷിച്ചത് വളരെ അലംഭാവത്തോടെയാണ്. അത് തന്നെയാണ് ഇത്രയും സ്ത്രീകളുടെ ഒരു മിസ്സിങ്ങിലേക്കും തിരോധാനത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അത്ര മോശം രീതിയിലാണ് കേസുകളെ പോലീസ് കൈകാര്യം ചെയ്തിരുന്നത്. തീർച്ചയായും ശരണ്യ സ്നേഹജനുമൊപ്പം ജി ശ്രീജിത്തുമാണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന പേരിൽ നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തതോടെ അമ്മ തെരഞ്ഞെടുപ്പിൽ വിവാദം കത്തുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മത്സരിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയുള്ള കേസ്. ചേരിപ്പോരാണ് കേസിന് പിന്നിലെന്ന ആരോപണവും ശക്തമാണ്. നടി ശ്വേതാ മേനോന് പിന്തുണയുമായി നടൻ രവീന്ദ്രൻ രംഗത്ത് വന്നു. കേസ് ദൌർഭാഗ്യകരമെന്നും പ്രതിഷേധം അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണം. അഭിനേതാക്കളെ കരിവാരിത്തേക്കുന്ന ആളുകൾക്കെതിരെയുള്ള നടപടി സിനിമാ നയത്തിൽ ഉണ്ടാവണമെന്നും രവീന്ദ്രൻ. ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തകയ്ക്ക് ശരിക്കും നേരിട്ട ഈ ദുരനുഭവത്തിനോട് പ്രതിഷേധം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അഭിനയം ഒരു കലയാണ്. അത് ഞങ്ങളുടെ തൊഴിലും കൂടിയാണ്. നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ നിക്ഷിപ്തമാണ്. അപ്പോൾ അതിനെ ഒരു കുബുദ്ധിപരമായിട്ട് വക്രീകരിച്ച് കരിവേരി തേക്കാൻ പോവുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ആർക്കും വന്ന് കൊട്ടാൻ പറ്റുന്നൊരു ചെണ്ടയല്ല നമ്മൾ ആർട്ടിസ്റ്റ് അല്ലേ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങളുടെ കല നിങ്ങളിലേക്ക് പകർന്നു തരിക, നിങ്ങൾ ആനന്ദിപ്പിക്കുകയാണ്. നമ്മളെപ്പോഴും വന്നിട്ട് ആർക്ക് വേണമെങ്കിലും കഴിവരി തേക്കാമെന്നുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ടത് തോന്നുന്നത്. ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടായെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാനാണല്ല. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, ഈ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അമ്മയിൽ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി പരസ്പരം ചെളിവാരിയേറിയലാണ് അമ്മയിൽ നടക്കുന്ന കാര്യത്തിൽ നമുക്കാർക്കും വലിയ സംശയമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വിചിത്രം എന്ന വാക്ക് പോരാ, അതിവിചിത്രം എന്ന് പറയാം. ഈ ശ്വേതാ മേനോനെതിരെയുള്ള പരാതിയല്ലേ? ബബി, വെരി ഗുഡ് മോർണിംഗ്. ബബി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി അത് ഏത് രീതിയിൽ നോക്കിയിട്ടും നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷേ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. അതിനാൽ തന്നെ പോലീസിന് മറ്റ് നിവൃത്തിയില്ല, കേസെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാനേ തരമുള്ളൂ. പക്ഷേ ഇതെങ്ങനെയാണ് ഇത്തരത്തിലൊരു കേസ് വരുന്നതെന്നാണ്. അതും ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളായിക്കോട്ടെ, രതിനിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ് തുടങ്ങിയ ചിത്രങ്ങളാണ്. ഇതിൽ പാലേരി മാണിക്യത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം പോലും ശ്വേതാ മേനോന് ലഭിച്ചതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മറ്റ് 2 ചിത്രങ്ങളായി ഈ 3 ചിത്രങ്ങളും സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ചിത്രമാണ്, പ്രേക്ഷകർ കണ്ട ചിത്രമാണ്, വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ചിത്രമാണ്. ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇതെല്ലാം അശ്ലീല സിനിമകളും അല്ലെങ്കിൽ അശ്ലീല സിനിമകൾ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്ന തരത്തിൽ ശ്വേതാ മേനോൻ കുറ്റക്കാരിയാകുന്നത് എങ്ങനെയാണെന്ന ചോദ്യം തന്നെയാണ് പൊതുസമൂഹവും സിനിമാ സംഘടനയിലുള്ളവരും ഒക്കെ പ്രതികരിക്കുന്നത്. നടൻ രവീന്ദ്രനും ദേവനും ശ്വേതാ മേനോന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ദേവൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും അത് തന്നെയാണ്. ഇങ്ങനെ സിനിമ എന്തും പറയാനോ അല്ലെങ്കിൽ എന്തും ചെയ്യാനോ കഴിയുന്ന, എന്തും വിമർശിക്കുന്ന രീതിയിലേക്ക് സിനിമാ അഭിനേതാക്കൾ മാറുന്നത് ശരിയായ നിലപാടല്ല. ഞങ്ങൾക്ക് നിയമപരമായി തന്നെ ഇതിനെ മുന്നോട്ട് പോകണം. ഇത്തരത്തിലുള്ള നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ശ്വേതാ മേനോനെ പിന്തുണച്ചുകൊണ്ട് തന്നെ രവീന്ദ്രൻ പറയുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം അമ്മ സംഘടനയിലെ മുതിർന്ന താരങ്ങളുമൊക്കെ ആയിട്ട് ഇത് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ശ്വേതയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. ശ്വേതയ്ക്ക് നിയമപരമായി മുന്നോട്ട് പോകാം, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും അമ്മ സംഘടന നൽകും
എന്നുകൂടിയാണ് രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശ്വേതാ മേനോൻ ഇതുവരേക്കും ഇതിൽ പ്രതികരിക്കുവാൻ തയ്യാറായിട്ടുമില്ല. അവരെ നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു പരാതി അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് സിനിമാ സംഘടനയിലുള്ളവരും പ്രതികരിക്കുന്നത്. അശ്ലീല സിനിമകളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നതാണ്. അത് മാർച്ച് മാസത്തിലാണ് ഈ പരാതിക്കാരൻ പരാതി നൽകിയത്. പിന്നീട് പോലീസിൽ പരാതിക്കായി സമീപിച്ചുവെങ്കിൽ പോലും പോലീസ് ഇതിൽ കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ കുറ്റപ്രകാരമാണ് കേസെടുത്തത്. പക്ഷേ ഇതിലൊരു വിഭാഗം സിനിമ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന വേളയിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. അതുകൊണ്ടാണോ ഇങ്ങനെ ഈ പരാതിക്കാരന്റെ പിന്നിൽ സിനിമാ സംഘടനയിലെ തന്നെ ചിലരുണ്ടോ എന്ന സംശയമൊക്കെ ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അവർ എന്തായാലും മാധ്യമങ്ങളെ കാണട്ടെ, അവർക്ക് പറയാനുള്ളത് പറയട്ടെ. അവിടെ ഈ കേസിന് പിന്നിലും അമ്മയിലെ തന്നെ ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ അമ്മയിലെ തന്നെ ചേരി തിരിഞ്ഞുള്ള പോരാട്ടമാണ് എന്നുള്ള ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട് അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ പോലും സിനിമാ സംഘടനയിലുള്ളവർ അല്ലെങ്കിൽ ഈ താരങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയും മോശമായിട്ടുള്ള രീതിയിലേക്ക് ശ്വേതാ മേനോനെ അല്ലെങ്കിൽ ഒരു കേസുമായിട്ടൊക്കെ ഞങ്ങൾ എന്തിനാണ് പോകുന്നത്? ഞങ്ങളുടെ സഹതാരമല്ലേ, മത്സരമായി കഴിഞ്ഞാൽ അത് പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും ഈ രീതിയിലേക്ക് ഒരു പുറമേ ഉള്ള ഒരാളെ കൊണ്ട് ഇങ്ങനെ പരാതി കൊടുക്കുക, അതും വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച സിനിമ സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചു, സെൻസർ ചെയ്ത സിനിമകളാണ്. അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ഈ പരാതിക്കാരൻ ആവശ്യപ്പെടുന്നതിലൊന്നും ഒരു കഴമ്പില്ല എന്ന് തന്നെയാണ് സിനിമാ സംഘടനയിലുള്ളവർ പറയുന്നത്. ഞങ്ങൾ ആരും തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഇത്രയും മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കാൻ അനുവദിക്കില്ല. ഞങ്ങൾ ആരും തന്നെ ഇതിന് പിന്നിലില്ല എന്ന് തന്നെയാണ് മുതിർന്ന താരങ്ങളടക്കം പ്രതികരിക്കുന്നതും നമ്മൾ വിളിച്ച് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്. ശ്വേതാ മേനോൻ അങ്ങനെ തെരഞ്ഞെടുപ്പാണ്, പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഇത് പൊതു തെരഞ്ഞെടുപ്പല്ലല്ലോ, സംഘടനയിലുള്ളിലുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്വേതാ മേനോനെതിരെ എതിർപ്പുണ്ടെങ്കിൽ അത് സംഘടനയിൽ തന്നെ പറഞ്ഞു തീർക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യും. ഇത്തരത്തിലൊരു കള്ളപ്പരാതി കൊടുക്കേണ്ട ആവശ്യം സിനിമാ സംഘടനയിലുള്ള ആർക്കുമില്ല. പ്രത്യേകിച്ച് ശ്വേതാ മേനോന് എതിരായി നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ സംഘടനയിലുള്ളവർക്കോ അങ്ങനെ അതൃപ്തി ശ്വേതാ മേനോനോട് ഉണ്ടെങ്കിൽ അത് വോട്ടിട്ട് തോൽപ്പിച്ചായിരിക്കും ഞങ്ങൾ മറുപടി നൽകുക. അല്ലാതെ ഇത്തരത്തിലുള്ള വ്യാജ പരാതികളോ അല്ലെങ്കിൽ അവരെ കുടുംബത്തെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് പരാതി നൽകി മുന്നോട്ട് പോകേണ്ട ആവശ്യം സിനിമാ സംഘടനയിലുള്ളവർക്കില്ല എന്ന് തന്നെയാണ് താരങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. ബേഡന്റെ കൊച്ചിയിലെ സംഗീത പരിപാടി മാറ്റിവെച്ചു. ബേഡൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ച പശ്ചാത്തലത്തിലാണിതെന്നാണ് സൂചന. യുവതിയുടെ ലൈംഗികാരോപണ പരാതിയിൽ ബേഡനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട്. നവമി തന്നെ നൽകും വിവരങ്ങൾ. നവമി, ഈ പരിപാടിക്ക് വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ളത് പ്രതീക്ഷയിലായിരുന്നു പോലീസ്. പക്ഷേ വേടൻ ഇപ്പോഴും ഒളിവിലാണ്. പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം അല്ലേ? ഭവ്യ, ശനിയാഴ്ചയാണ് വേടന്റെ പരിപാടി കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടത്താൻ തീരുമാനിച്ചത്. ഒരു സംഗീത നിശ്ചയമായിരുന്നു. അതിൽ വേടനോടൊപ്പം തന്നെ മറ്റ് ചില റാപ്പർമാരും ഉണ്ടെങ്കിൽ പോലും നേതൃത്വം നൽകുന്നത് വേടനായിരുന്നു. പക്ഷേ ആ പരിപാടിയിൽ വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ വേടൻ ആ പരിപാടി സംഘാടകർ മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റൊരു ദിവസം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ പരാതിക്കാരിയെ സംബന്ധിച്ച് ഈ അതിജീവിതയ്ക്ക് വലിയ ആരോപണമുണ്ട്. സംസ്ഥാന സർക്കാരും പോലീസും വേടനെ സംരക്ഷിക്കുന്ന നിലപാടാണ്. എന്തുകൊണ്ടാണ് വേടനെ പോലൊരാളെ പോലീസിന് പിടികൂടാൻ കഴിയാത്തത്? മനഃപൂർവ്വം വേടന് ജാമ്യം കിട്ടുന്നതുവരെ, മുൻകൂർ ജാമ്യം ലഭിക്കുന്നതുവരെ പോലീസ് ഇങ്ങനെ വേടനെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന രീതിയിലേക്കാണ് കടക്കുന്നത്. എന്തായാലും കോടതിയിലടക്കം ഇത് നിയമപരമായി തന്നെ കൂടുതൽ ശക്തമായി ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം ഈ പരാതിക്കാരിയും കുടുംബവും ആലോചിക്കുന്നത്. കാരണം വേടനെ ഇതിനു മുൻപ് പോലും സംസ്ഥാന സർക്കാർ പല രീതിയിലും സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു. വേടനെ സർക്കാരിന്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിലൊക്കെ അതിഥിയായി ക്ഷണിക്കുന്നു. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വേടനെ സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും വേടനെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ രീതിക്കെതിരെ വലിയ അതൃപ്തിയാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത്. എന്തായാലും ശനിയാഴ്ച വേടൻ ആ പരിപാടിക്ക് എത്തുമെങ്കിൽ അന്ന് അറസ്റ്റ് ചെയ്യാനായിരുന്നു
തീരുമാനമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പക്ഷെ അപ്പോൾ അവിടെ എത്തിയിരുന്നെങ്കിൽ പോലും അത് എറണാകുളത്താണ്, പോലീസിന്റെ മുക്കിൻ തുമ്പിലാണ്. അങ്ങനെ എത്തിയാൽ അത് വലിയ ക്ഷീണം ചെയ്യുമായിരുന്നു പോലീസിന്. പക്ഷേ അത് അറിഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു. എന്തായാലും റാപ്പർ വേടൻ അവിടെ എത്തുന്നില്ല. അയാൾ ഇപ്പോഴും ഒളിവിലാണ്. പോലീസിന് എന്തുകൊണ്ടായിരിക്കും നോമി സൂചിപ്പിച്ചതുപോലെ തന്നെ വേടനിലോട്ട് എത്താൻ സാധിക്കാത്തത്? സ്വാഭാവികമായും വേടൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയുടെ ഒരു നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രം അറസ്റ്റ് ചെയ്യാതാൽ മതി എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പോലീസിനോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന വിശദീകരണം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഹർജി പരിഗണിക്കുമ്പോൾ അതിലെന്താണോ തീരുമാനം വരുന്നത് അതുകൂടി നോക്കിയിട്ട് വേടനെ അറസ്റ്റ് ചെയ്യാം എന്ന നിലപാടിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് നടൻ സിദ്ദിഖിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണ പരാതിയിൽ പോലും സിദ്ദിഖ് കൊച്ചിയിലൊക്കെ ഉണ്ടായിട്ട് പോലും പോലീസിനെ അറസ്റ്റ് ചെയ്യാതെ ഒളിച്ചു കളിക്കുന്ന സാഹചര്യമാണ്. ഇരുട്ടി തൽപ്പുന്ന രീതിയിലേക്കാണ് ഈ സ്വാധീനവും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടായിരിക്കും. കോടതിയുടെ ഒരു മുൻകൂർ ജാമ്യമൊക്കെ കിട്ടി, അല്ലെങ്കിൽ ജാമ്യം കിട്ടി, അവർക്ക് പിന്നീട് അന്വേഷണത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. വേടനും സമാനമായ രീതിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരിലെ വേടന്റെ വീട്ടിലെത്തി വേടന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധനയ്ക്കായൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് വേടന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന മുന്നറിയിപ്പ് നേരത്തെ നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരിപാടി പോലും മാറ്റിവെക്കുന്ന രീതിയിലേക്ക് സംഘാടകരും എത്തി നിൽക്കുന്നത്. പോലീസും സർക്കാരും ഒക്കെ വേടനെ സംരക്ഷിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വെല്ലുവിളിച്ച് ട്രംപ്, നിലപാടിലുറച്ച് ഇന്ത്യ. അമേരിക്ക വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ശക്തമായ സൂചനകൾ പുറത്തു വരുമ്പോഴും അതിനെ അതേ നാണയത്തിൽ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. റഷ്യയുമായുള്ള ബന്ധം ശക്തമാക്കി മുന്നോട്ടു പോകുവാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മുതിർന്ന റഷ്യൻ ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ 50% ഉയർത്തിയിരുന്നു ട്രംപ്. ഓഗസ്റ്റ് 27 മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. We put a 50% tariff on India on oil. They're the second largest. They're very close to China in terms of the purchase of oil from Russia. But so I don't know if that had anything to do with it. But we've had very productive talks today. Yes, ma'am. If you do reach a deal with Ukraine and Russia, would you drop the additional tariffs on India? Well, we'll determine that later. But right now they're paying a 50% tariff. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 1 വരെ നടക്കുന്ന SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി ചൈന സന്ദർശിക്കും. അജയ് സുധാ ബിജു നമുക്ക് വിവരങ്ങളുമായി ചേരുന്നു. അജയ്, എന്തായാലും ഭീഷണിക്ക് വഴങ്ങില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും മുന്നോട്ട് തന്നെ പോകാനുള്ള തീരുമാനത്തിലാണ് രാജ്യമല്ലേ? അതെ, തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഭീഷണി തുടരുമ്പോഴും അതിന് യാതൊരു വിധത്തിലും വഴങ്ങാതെ ദേശീയ താല്പര്യങ്ങൾ അതിലുറച്ചു തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇന്ത്യ ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലൂടെയും അറിയിക്കുന്നത്. 140 കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് അത് ഇന്ത്യയുടെ കടമയാണ്. അത് എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഇന്ത്യ മുന്നോട്ട് നീങ്ങുക എന്നും പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അതെപ്പോഴും മറ്റ് ആഗോള മാർക്കറ്റ് വിലയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നും ഇന്നലെ ഉള്ള പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം ട്രംപ് തൻ്റെ നീക്കവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഈ മാസം 27-ാം തീയതി മുതലാണ് ഇന്ത്യക്ക് ഇപ്പോൾ പുതുതായിട്ട് ഏർപ്പെടുത്തിയ 25% താരിഫും കൂടി നിലവിൽ പ്രാബല്യത്തിൽ വരിക. ഇന്നു മുതൽ ആദ്യം പ്രഖ്യാപിച്ച 25% തീരുവ പ്രാബല്യത്തിൽ വന്നിരുന്നു. ഇതിന് അടുത്ത പടിയെന്നോണം പ്രഖ്യാപിച്ച 25% ഈ മാസം 27-ാം തീയതി മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. അതിനു മുൻപേ ഇന്ത്യക്ക് റഷ്യയുമായുള്ള ഈ എണ്ണ ഇറക്കുമതിയിൽ മാറ്റം വരുത്താമെങ്കിൽ വരുത്താമെന്നും ട്രംപ് പറയുന്നുണ്ട്. അതേസമയം റഷ്യൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടിനുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 27
ഇരുവരും തമ്മിൽ കാണും എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2019 ശേഷമായിരിക്കും ഇരു രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ആവശ്യം അത് റഷ്യയോട് ഉന്നയിക്കുമെന്ന് പറയുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ റഷ്യ സമവായത്തിലെത്താൻ തയ്യാറാണെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് മേൽ പ്രഖ്യാപിച്ച തീരുവ അത് പിൻവലിക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ട്രംപ് കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല. അത് വഴിയെ തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇന്ത്യ ഉന്നയിച്ച ആരോപണങ്ങൾ ചൈനയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്കയാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും റഷ്യയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയോട് കാണിക്കുന്ന ഇരട്ടത്താപ്പാണ് എന്ന് പറഞ്ഞൊരു ആരോപണം ഇന്ത്യ ഉന്നയിച്ചിരുന്നു. വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലായിരുന്നു ഇതും പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടും ട്രംപിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിന് വ്യക്തമായിട്ടൊരു മറുപടി ട്രംപ് പറഞ്ഞില്ല. ചോദ്യങ്ങളിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പകരം ഇത്തരത്തിൽ ഈ രാജ്യങ്ങൾക്ക് മേൽ ഉയർത്തിയിട്ടുള്ള തീരുവ അത് പിൻവലിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ഇത് കൂടുതൽ വീമ്പ് പറയുകയുമായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ ചെയ്തിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചൈനയ്ക്ക് മേലും തീരുവ പ്രഖ്യാപിക്കാനായി ആലോചിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് മേൽ 100% 50% തീരുവ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചൈനയ്ക്ക് മേലും ഇപ്പോൾ പ്രഖ്യാപിക്കാനുള്ള ആലോചനകളുണ്ട്. മുമ്പ് ഇതെല്ലാം ട്രംപിന്റെ ഒരു സമ്മർദ്ദമാണെന്ന് പൊതുവെ ഒരു വിലയിരുത്തലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇങ്ങനെ പല രാജ്യങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തിയിട്ടും പിന്നീട് കുറയ്ക്കുകയും പിൻവലിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതെ, ഇതിനു മുൻപ് ചൈനയ്ക്ക് മേൽ 100% മുകളിൽ തീരുവ പകരച്ചുങ്കം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം നിലവിൽ അത്തരം നടപടികളെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചൈനയുമായി നിലവിൽ ഒരു വ്യാപാര കരാർ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ തീരുവ നിലവിൽ വന്ന ഇന്നത്തെ ദിവസം ചൈനയ്ക്ക് മേൽ പ്രഖ്യാപിച്ചിരുന്ന തീരുവ നിലവിൽ വന്നിട്ടില്ല. ചൈനയുമായി ഇപ്പോഴും വ്യാപാര കരാർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 90 ദിവസത്തെ സമയവും ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് ചൈന തിരിച്ച് അമേരിക്കയ്ക്ക് മേൽ തീരുവ പ്രഖ്യാപിച്ചു തുടങ്ങിയപ്പോഴാണ് അമേരിക്കയുടെ ഇത്തരത്തിൽ തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം ഉണ്ടായത്. ഇത്തരത്തിൽ ഇന്ത്യയുമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ മാസം 25-ാം തീയതി അമേരിക്കൻ പ്രതിനിധികൾ 6ാം ഘട്ട ചർച്ചകൾക്കായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അമേരിക്കയുമായി ഒരു തുറന്ന പോരിന് ഇറങ്ങാതെ എന്നാൽ ഇന്ത്യക്ക് മേൽ വയ്ക്കുന്ന ആരോപണങ്ങൾക്കും ഇന്ത്യക്ക് നൽകുന്ന ഭീഷണികൾക്കും കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ത്യ നിലവിൽ മുന്നോട്ട് നീങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ മാസം അവസാനം നടക്കാൻ പോകുന്ന ചർച്ചകൾ നിർണായകമാണ്. അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ അത് നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. നിലവിൽ അമേരിക്കയിലല്ലാതെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചിപ്പുകൾക്കും അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങൾക്കും ഉൾപ്പെടെ 100% തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ അമേരിക്കയിൽ ഇപ്പോൾ $600 ബില്യൺ നിക്ഷേപം നടത്തുന്നതായിട്ടും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഉൾപ്പെടെ ഇപ്പോൾ അടുത്തിടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ തുറന്ന് നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആപ്പിൾ. അപ്പോൾ അമേരിക്കയിലേക്ക് ആപ്പിളിൻ്റെ ഒരു തിരിച്ചുവരവാണെന്നും കൂടിയാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യക്ക് മേൽ 50% താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആപ്പിളിൻ്റെ ഈ നീക്കം എന്നതുകൂടി എടുത്ത് പറയേണ്ടതാണ്. സോവിയ ശരി, വ്യക്തമാണ്. അജയ് സുധാബിജു ആണ് വിവരങ്ങൾ നൽകിയത്. 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ കൂടുതൽ വിശദമായി പരിശോധിക്കാം. ന്യൂസ് 10 കാണാം. അപർണ കുറുപ്പ് ചേരും. നമസ്കാരം.